ആതിരെ, നിനക്കിത് എന്തിന്റെ കേടാ? അവിടുത്തെ അച്ഛനും അമ്മയും അനൂപേട്ടനും എല്ലാരും കൂടി എടുത്ത തീരുമാനമല്ലേ ഇത്? അല്ലാതെ ഇവിടെ ആരും ഒറ്റയ്ക്ക് തീരുമാനിച്ചതല്ല. ഞാൻ ഇറങ്ങി വരുമ്പോ അച്ഛൻ പറയുന്ന കേട്ടു അർച്ചനയുടെ വാശി പുറത്ത് ഇത് നടത്തുന്നെന്ന്. എന്റെ കുഞ്ഞിന്റെ കാര്യത്തിൽ ചേച്ചി എന്തിനാ ആവശ്യമില്ലാതെ വാശി പിടിക്കുന്നേ? പ്രസവം കഴിഞ്ഞപ്പോ ഞാൻ അങ്ങോട്ട് പോവാതെ ഇങ്ങോട്ട് വന്നതേ കുഞ്ഞിന് ശ്വാസതടസ്സത്തിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ടാ. ഇപ്പൊ അതില്ല. അധികം നേരെ യാത്ര ചെയ്യാനും പറ്റില്ല. അച്ഛന്റെ കാര്യം അങ്ങനെ തന്നെയാ. അതുകൊണ്ടാ ഇരു വീട്ടുകാരും ചേർന്ന് ഇവിടെ നടത്താന്ന് തീരുമാനിച്ചത്. ഇവിടെയുള്ളവർ അങ്ങോട്ട് പോയാലും അവിടെയുള്ളവർ ഇങ്ങോട്ട് വന്നാലും എല്ലാം ഒരുപോലെ തന്നെയല്ലേ? രണ്ട് വീടും നമുക്ക് ഒരുപോലെയല്ലേ? എന്തിനാ നീ അതിനെ വേർതിരിച്ചു കാണുന്നേ? എന്തുകൊണ്ട് സൗകര്യം ഇവിടെ തന്നെയാ. അതുകൊണ്ടാ ഇവിടെ തന്നെ മതിയെന്ന് തീരുമാനം എടുത്തത്. നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവുമ്പോ ആ കുഞ്ഞിന്റെ കാര്യത്തിൽ നിങ്ങൾ അങ്ങനെ തീരുമാനം എടുത്താൽ മതി. എന്റെ മോളുടെ കാര്യം നോക്കാൻ എനിക്കറിയാം. വാക്കുകൾ സൂക്ഷിച്ചായിരിക്കണം. നിന്നോട് ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതായിരുന്നു. അതിനിപ്പോ ഞാൻ എന്ത് പറഞ്ഞെന്നാ? എന്റെ മോളുടെ കാര്യത്തിൽ എനിക്കൊരു അഭിപ്രായം പറയാൻ പാടില്ലേ? നൂലേട്ട് എന്റെ വീട്ടിൽ വെച്ച് നടത്താന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. ചേച്ചിക്ക് ഇപ്പൊ സമാധാനമായല്ലോ. ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്ന ചേച്ചി ഒറ്റൊരാളാ. ആവശ്യമില്ലാത്ത എല്ലാത്തിലും തലയിട്ടും അഭിപ്രായം പറഞ്ഞും വാശി കാണിച്ചും ചേച്ചി ഇതെല്ലാം ഉണ്ടാക്കുന്നത്. ആതിരെ, നീ പറയുന്നതൊക്കെ ശരി തന്നെയാ. ആദ്യത്തെ കുഞ്ഞിന്റെ നൂലേട്ടും മറ്റു ചടങ്ങുകളും നടത്തേണ്ടത് നിന്റെ വീട്ടിൽ തന്നെയാ. പിന്നെന്താച്ചാ ഇവിടെ നടത്താൻ തീരുമാനിച്ചത്? സ്വാഭാവികമായിട്ടും ആതിരയുടെ സംശയമല്ലേ അത്? ആർക്കും തോന്നാവുന്ന ഒരു സംശയം. അതിന്റെ കാരണം ആതിരെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് പകരം അനാവശ്യമായി വഴക്കിലേക്ക് കൊണ്ടുപോകുന്ന എന്തിനാ? അതാ ഏട്ടത്തി ഞാനും ചോദിക്കുന്നേ. എന്റെ മോളെ കുറിച്ച് ഞാൻ എന്ത് സംസാരിച്ചാലും അപ്പൊ തുടങ്ങും എല്ലാരും എന്റെ നേർക്ക്. എന്നിട്ട് എന്റെ വാ മൂടി കെട്ടുകയും ചെയ്യും. പക്ഷെ ഇത് ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഏട്ടത്തിയും ചേച്ചിയും പോലെ ഇവിടുത്തെ മരുമോള് തന്നെയാ ഞാനും. അവകാശവും അധികാരവും എല്ലാം ഒരുപോലെ തന്നെയാ. കുഞ്ഞിന്റെ കാര്യത്തിൽ സന്ദീപ് എന്ത് തീരുമാനം എടുത്താലും ശരി, ചടങ്ങുകളൊക്കെ എന്റെ വൃന്ദാവനം വീട്ടിൽ വെച്ച് നടത്തിയാൽ മതി. അത്ര തന്നെ. അച്ഛാ, അച്ഛാ എന്താ പറ്റിയ? എന്ത് പറ്റി അച്ഛാ? അച്ഛാ ഹോസ്പിറ്റലിൽ പോണോ? അച്ഛാ ഒന്നുമില്ല. സന്ദീപ്
വേറെ ആരെയും വിളിക്കണ്ട. അരഞ്ഞാണം വാങ്ങാനൊന്നും എൻ്റെ പൈസ ഇല്ല. കുറച്ച് പൈസ നെല്ലിശ്ശേരി ചോദിച്ചാൽ കിട്ടില്ലേ? എന്തിനാ? അതിൻ്റെ ആവശ്യം എന്താ? ആവശ്യമില്ലാത്ത ആഘോഷങ്ങളൊക്കെ നടത്തി കടം വലിച്ചിട്ടല്ലേ അത് ആര് തീർക്കും? ഞാൻ പറഞ്ഞതുപോലെ മതി ആഘോഷവും ചടങ്ങുമൊക്കെ. വേണമെങ്കിൽ നിന്റെ അച്ഛനും അമ്മയും കൂടെ വിളിച്ചോ. നിങ്ങൾക്കിത് എന്ത് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഇങ്ങനെയുണ്ടോ മനുഷ്യർക്ക് മാറ്റം? എന്റെ കൊച്ചിന്റെ കാര്യം ഞാൻ എങ്ങനെയെങ്കിലും ചെയ്തോളാം. എനിക്ക് ചെയ്തല്ലേ പറ്റൂ. നമ്മുടെ കുഞ്ഞിന്റെ നൂലുകെട്ട് നീ വിചാരിക്കുന്നതിലും ഗംഭീരമായി തന്നെ നെല്ലിശ്ശേരിയിൽ നടക്കും. എന്തു ഉത്സവത്തിന്റെ പകിട്ടോടുകൂടി നടക്കുന്ന ആഘോഷം. എന്റെ മോക്ക് ഇതിനും അപ്പുറം മറ്റെന്ത് ഭാഗ്യം കിട്ടാനാണ്? ഇവിടത്തെ ഇരണം കെട്ട കുരുപ്പിന് കറുത്ത ചരട് തന്നെ ധാരാളം. ഹലോ അച്ചു. അനുപേട്ടാ, ഞാൻ വിളിച്ചത് ഒരു കാര്യം പറയാനാ. എന്താ മോളെ? അനുപേന്റെ അടുത്ത് അച്ഛനോ അമ്മയോ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, നീ പറഞ്ഞോ. അനുപേട്ടാ, അത് മറ്റൊന്നുമല്ല, ആതിരയുടെ കാര്യം. ഓരോ ദിവസം കഴിയുമ്പോഴും അവൾ അകന്നു മാറി പോകുന്നല്ലാതെ ഒരു തരത്തിലും നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ. അവൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? വീണ്ടും പ്രശ്നം ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചാ ചടങ്ങുകളൊക്കെ എന്റെ വൃന്ദാവനം വീട്ടിൽ വെച്ച് നടത്തിയാൽ മതി. ഇവളിങ്ങനെ തുടങ്ങിയ എന്ത് ചെയ്യും അനുപേട്ട? അച്ഛന് വിഷമാവെന്ന് കരുതിയോ ഞാൻ അച്ഛനെ വിളിച്ച് പറയാതെ അനുപേട്ടനെ വിളിച്ചത്? ആതിര സന്ദീപിന്റെ ഭാര്യയാണെങ്കിലും എപ്പോഴും എല്ലാവരും സഹിക്കുമോ? ആരെന്ത് പറഞ്ഞാലും അതിന് വിപരീതമായ അവളുടെ സംസാരവും പെരുമാറ്റവും ഒക്കെ. എന്നെ പറയുന്നതിനൊക്കെ ഞാൻ ക്ഷമിച്ചെന്ന് വരും. അതുപോലെയാണോ മറ്റുള്ളവര്? അനുപേട്ടന്റെ ഈ അവസ്ഥയിൽ ഞാൻ ബുദ്ധിമുട്ടിക്കുകയല്ല. എങ്കിലും ഇതിനൊരു പരിഹാരം കാണണം. അതിനാ ഞാൻ വിളിച്ച. നീ തൽക്കാലം ഇതിപ്പോൾ ആരോടും പറയണ്ട. ഞാൻ നോക്കിക്കോളാം. ശരി ഏട്ടാ. എൻ്റെ ഇപ്പോഴത്തെ ആവശ്യം എന്താണെന്നും ഞാനിപ്പോൾ ജീവിക്കുന്നത് എന്തിനാണെന്നും ഞാൻ പറയാതെ തന്നെ അവിടെ നിന്ന് അറിയുന്നുണ്ട്. ഒരപേക്ഷ എനിക്കുള്ളൂ. ഈശ്വരനായി ധനുഷ്യന് ആയുസ് നീട്ടിക്കൊടുക്കരുത്.
നന്ദനെ പോകുന്നു. ദാ ഇപ്പോ പിന്നെന്താ ഇവിടെ നിന്നത്? അമ്പലത്തിൽ കയറുന്നില്ലേ? ഞാനിപ്പോ വന്നത് തൊഴാനല്ല. പിന്നെ മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഇന്നല്ലേ സന്ധ്യയുടെ ബർത്ത്ഡേ? അതെ. അപ്പോൾ ഇത് സ്വീകരിക്കണം. താങ്ക് യു. യു ആർ ഓൾവേസ് വെൽക്കം. ഞാൻ പോലും മറന്നുപോയ ഈ ദിവസം നന്ദൻ എങ്ങനെ? സന്ധ്യ പറഞ്ഞാലും നമുക്കങ്ങനെ മറക്കാൻ പറ്റത്തില്ലല്ലോ. നമുക്കോ? നമ്മളെന്ന് പറഞ്ഞാ ഞാനും പിന്നെ ആരുമില്ല. ഞാൻ മാത്രമേ ഉള്ളൂ. ഇപ്പോഴും ഞാൻ ഇതിങ്ങനെ അറിഞ്ഞു എന്ന് സന്ധ്യക്ക് സംശയം കാണൂല്ലേ? അത് ഞാൻ പിന്നീട് പറയാം. ഇതെനിക്ക് വല്ലാത്ത സർപ്രൈസ് ആയിപ്പോയി നന്ദ. ഇതുപോലുള്ള സർപ്രൈസുകൾ എനിക്ക് നഷ്ടമായിട്ട് കുറച്ച് നാളുകളായി. എന്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും ഞാനിതൊന്നും പ്രതീക്ഷിച്ചതല്ല. പക്ഷേ നന്ദൻ എന്നെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. നമ്മളെ അത്രയും സ്നേഹിക്കുന്നവർക്ക് സർപ്രൈസ് തന്ന് ഞെട്ടിക്കാൻ കഴിയുള്ളൂ എന്നാ ഞാൻ വിശ്വസിച്ചിരുന്നത്. ആ വിശ്വാസം നഷ്ടപ്പെടുത്തണ്ട. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. സർപ്രൈസ് മാത്രമല്ലല്ലോ, ഇതൊക്കെ ഓർത്ത് ചെയ്യുന്ന ഒരാൾ സന്ധ്യക്ക് ചുറ്റും ഉണ്ടായിരുന്നെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? പറഞ്ഞറിയിക്കുന്നതിനേക്കാളും എന്ത് രസമാണ് അതനുഭവിച്ചറിയുന്നത്. ഞാനൊരു ഡോക്ടറൊക്കെ ആണെങ്കിലും അതിലുപരി ഞാനൊരു സാധാരണ സ്ത്രീയാണ്. അത്രയ്ക്ക് ബോൾഡൊന്നുമല്ല. ആ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഞാൻ അമിതമായിട്ട് സന്തോഷിക്കും. ആ സന്തോഷങ്ങൾ തന്നെ പിന്നെ എന്നെ ദുർബലയാക്കുകയും ചെയ്യും. ആ ഒരു പേടി എനിക്കെപ്പോഴും ഉണ്ട്. ചിലപ്പോഴൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നന്ദൻ പറയാതെ പറയുന്ന ഇഷ്ടത്തെക്കുറിച്ച്. എന്നിട്ട് ഞാനത് കണ്ടില്ലെന്ന് നടിക്കുന്നത് മറ്റൊരു നഷ്ടപ്പെടലിന്റെ വേദന എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് ബോധ്യമുള്ളതുകൊണ്ട്. മാത്രമല്ല, എന്തിനെന്നെ? ആ ചോദ്യം ഉത്തരമില്ലാതെ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട് ഞാൻ. നഷ്ടപ്പെടുന്നതിന്റെ വേദന എനിക്ക് മനസ്സിലാവും. സന്ധ്യയ്ക്ക് കൺമുന്നിൽ നിന്നും ജീവിതത്തിൽ നിന്നും നഷ്ടമായി. എനിക്ക് കൺമുന്നിലുണ്ടായിട്ട് നഷ്ടമായി. ഒരുപക്ഷെ മരണപ്പെട്ട ഭർത്താവിനെ ഓർത്ത് സന്ധ്യ സങ്കടപ്പെടുന്നതിൻ്റെ ഇരട്ടിയിലധികം വരും ഓരോ നിമിഷവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഭാവിയെക്കുറിച്ച് ഓർക്കുമ്പോൾ. നഷ്ടപ്പെടുമോ എന്ന ഭയം സന്ധ്യ മാറ്റണം. മരണത്തോടെ അല്ലാതെ സന്ധ്യയെ വിട്ട് ഈ നന്ദനെങ്ങും പോവില്ല. എന്തിനു താൻ എന്ന ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇപ്പൊ എൻ്റെ കയ്യിലില്ല. എന്തിനു താൻ എന്നല്ല, എല്ലാത്തിനും താൻ എന്ന് മാറ്റി പറയാൻ മാത്രമേ എനിക്കിപ്പോൾ കഴിയൂ. അതൊക്കെ പോട്ടെ, താനൊന്ന് ലീവല്ലേ? ജന്മദിവസം ഓർമ്മയില്ലാതിരുന്നതുകൊണ്ട് ലീവൊന്നും എടുത്തില്ല. എങ്കില് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വിളിക്കാവൂ, എന്നിട്ട് ലീവാണെന്ന് പറ. ഇന്നിനി എങ്ങോട്ടും പോകണ്ട. ബർത്ത്ഡേ പ്രമാണിച്ച് നമുക്കൊന്ന് കറങ്ങാം. ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട്. എന്തു പറയുന്നു? ഞാനെന്ത് പറഞ്ഞു?
നോക്കി പതുക്കെ. ആഹാ ആ വരണം മാഷെ. വാനോബേ ഇങ്ങോട്ടിരിക്കേ. നടക്ക്. ഇരിക്കേ. അച്ഛൻ ആഹാ അച്ഛാ വേദന കുറവുണ്ടോ അച്ഛാ? ആ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല മോളെ. സേതു, ഞങ്ങളിപ്പോ വന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാൻ വേണ്ടിയാ. എന്റെ മോൾ ആതിര ഇവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നറിഞ്ഞു. അവള് പണ്ടേ കുറച്ച് വാശിയുള്ള കൂട്ടത്തില്. അവൾ എന്തെങ്കിലും വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചുവെങ്കിൽ സേതു ക്ഷമിക്കണം. എന്താ മാഷെ ഇത്? എല്ലാം എൻ്റെ മക്കള് തന്നെയല്ലേ. ആതിര പറഞ്ഞത് കുഞ്ഞിന്റെ ചടങ്ങ് അവിടെ വെച്ച് നടത്തണമെന്നാ. പറഞ്ഞിട്ടൊട്ട് അവൾക്ക് മനസ്സിലാവുന്നില്ല. അത് പറയാൻ തന്നെയാണ് ഞങ്ങൾ വന്നത്. ആതിര് പറയുന്നു ഒന്നും ഇവിടെ ആരും കാര്യമാക്കണ്ട. അർച്ചർ പറഞ്ഞാൽ ഞാൻ കാര്യങ്ങളൊക്കെ അറിയുന്നത്. ഇതെങ്ങനെ ഒളിപ്പിച്ചു വെക്കേണ്ട കേസല്ലെന്ന് കരുതിയ അച്ഛനോടും അമ്മയോടും ഞാൻ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. നേരിട്ട് വന്ന് പറയാമെന്ന് കരുതിയ ഫോണിൽ വിളിക്കാതിരുന്നത്. അവക്കിതെന്താ പറ്റിയെന്ന് അറിയത്തില്ല സേതുവേട്ടാ. ഓരോ സമയത്ത് അവള് ഓരോ ഭ്രാന്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ നിങ്ങളോടൊക്കെ ഒരു കാര്യം പറയാം, പ്രത്യേകിച്ച് സന്ദീപിനോട്. അവള് പറയുന്ന പൊട്ടത്തരങ്ങളൊന്നും അംഗീകരിച്ചു കൊടുക്കരുത്. വഴക്ക് പറയേണ്ട സമയത്ത് വഴക്ക് പറഞ്ഞു തന്നെ നിർത്തണം. അതെ, ഇവിടെ നടക്കുന്നുവെന്നും നിങ്ങൾ ആരും ഞങ്ങളെ അറിയിക്കാറില്ല. ഇനി അത് പറ്റില്ല. അർച്ചനയായാലും ആതിരയായാലും ഇവിടെയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പെരുമാറിയാൽ അത് ഞങ്ങളെ അറിയിക്കുക തന്നെ വേണം. തീരുമാനം ഞങ്ങൾ തന്നെ ഉണ്ടാക്കിക്കോളാം. സേതു, ഒരു തരത്തിലും വിഷമിക്കണ്ട. ചടങ്ങുകളൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ ഇവിടെ തന്നെ നടത്താം. അച്ഛാ, അച്ഛനും അമ്മയും അനൂപേട്ടനും ഒക്കെ എന്തിനാ ചേച്ചിയുടെ ഇഷ്ടത്തിന് തീരുമാനം എടുക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ ചടങ്ങുകളൊക്കെ അവിടെ വെച്ച് മതിയെന്ന്. നീ പറയുന്നത് കേൾക്കാനാണോ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്? അർച്ചന പറയുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചതാ. എന്റെ കുഞ്ഞിന്റെ കാര്യത്തിൽ നിങ്ങൾ എല്ലാവരും ആണോ തീരുമാനം എടുക്കുന്നത്? നിർത്തടി. കുറെ ദിവസമായല്ലോ എന്റെ കുഞ്ഞ്. ഓ, ലോകത്തിൽ ആദ്യമായിട്ടല്ല ഒരു പെണ്ണ് പ്രസവിക്കുന്നത്. നിനക്ക് മാത്രം എന്താ എത്ര പ്രത്യേകത? അതെ ആതിരെ, നീ കൂടുതൽ അഹങ്കരിക്കണ്ട. ഞാനും നിന്നെ പോലെ പെറ്റത് തന്നെയാ. നിന്റെ ചില നേരത്തെ വർത്താനം കേട്ടാത്തൊന്നും ഇത് മറ്റാരും ചെയ്തിട്ടില്ലാന്ന്. ഇപ്പൊ ഈ പാടാണെങ്കിൽ ഇനി അങ്ങോട്ട് പോകുമ്പോ എന്തായിരിക്കും അവസ്ഥ? ചേച്ചിക്ക് മതിയായല്ലോ. എല്ലാവരെയും വിളിച്ചു വരുത്തി എന്നെ പത്ത് പറയിപ്പിച്ചപ്പോഴേ സമാധാനമായല്ലോ. എന്ത് വന്നാലും ചേച്ചിയുടെ തീരുമാനങ്ങൾ എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതിന് മാത്രം എടുത്ത് ഇവിടെ ഒന്നും പറഞ്ഞില്ലല്ലോ. ചടങ്ങുകളൊക്കെ ഇവിടെ വെച്ച് നടത്താന്നല്ലേ പറഞ്ഞോളൂ. പിന്നെന്താ നിനക്ക് ഏടത്തിന്റെ തീരുമാനങ്ങൾ അംഗീകരിച്ചാല്? ഒരു കാര്യം ഞാൻ പറയാം, നിനക്ക് മുന്നേ ഇവിടെ കയറി വന്നത് എന്റെ ഏട്ടത്തിയാ. ഒരു അമ്മയുടെ സ്ഥാനം അന്ന് മുതൽ ഞാൻ ഏട്ടത്തിക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഉള്ളപ്പോ എന്റെ കുഞ്ഞിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ ഏട്ടത്തിക്കും അവകാശമുണ്ട്.
നീ പറഞ്ഞൊന്ന് കരുതി ആ സ്ഥാനം മാറാനും പോകുന്നില്ല. ഇതിന്റെ പേരിൽ ഇനിയും നിങ്ങൾ വഴക്ക് കൂടണ്ട. ആതിരയ്ക്ക് അതാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെ തന്നെ നടത്താം. ഏയ് അതൊന്നും ശരിയാവത്തില്ല സേതുട്ടാ. അങ്ങനെ അവളുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ.